പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലേറെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് സംരക്ഷിച്ച് നയിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് മാത്രമായിരിക്കണം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങൾക്ക് നൽകുന്ന കൃപ, സംരക്ഷണം, സമാധാനം, സന്തോഷം, സൗഖ്യം, വിടുതൽ എല്ലാം എത്രയോ വലുതാണ്. എല്ലാം ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആഗമന കാലത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് നമ്മോട് കൂടെ വലിയ അഭിഷേകത്തിനായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവ് കൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മക്കളെ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മെ ഒരുക്കുകയും ചെയ്യുന്ന പുണ്യദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യത മക്കളെ, കർത്താവ് നമ്മോട് കൂടെ, ഇമ്മാനുവൽ. ഈ ലോകത്തിൽ വേറെ ഒരു മനുഷ്യനും ലഭിക്കാത്ത ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മോട് കൂടെ. നമ്മൾ ധ്യാനിക്കുന്ന ഒരു വലിയ വിഷയം, അബ്രാഹാം കർത്താവിനെ വിളി കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോ തന്റെ സഹോദര പുത്രൻ ലോത്തിനെ കൂടി കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ലോത്ത്, അവന്റെ സമ്പത്ത്, അവന്റെ ദാസന്മാര്, അബ്രാഹാം, അവന്റെ സമ്പത്ത്, അവന്റെ ദാസന്മാര്, അങ്ങനെ ഇതൊക്കെ പെരുകാൻ തുടങ്ങി, ഒത്തിരിയേറെ വളരാൻ തുടങ്ങി. ആ സമയത്ത് അബ്രാഹാവും ലോത്തും തമ്മില്, അവരുടെ ദാസന്മാർ തമ്മില്, വേലക്കാർ തമ്മില് ചെറിയ കശപിശക്ക് തുടങ്ങിയപ്പോ അബ്രാഹാം തന്നെ പറയാണ്, ലോത്തെ, നല്ല സമയത്ത് നമുക്ക് വേർപിരിയും, വഴക്ക് നമുക്ക് വേണ്ട. അങ്ങനെ അബ്രാഹാം ലോത്തിനോട് പറയാണ്, നീ ഒരു തീരുമാനം എടുക്കുക, നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നീ പോയിക്കോ. അങ്ങനെ ഈ ലോത്ത് നോക്കിയപ്പോ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തില് ജോർദാന്റെ സമതല പ്രദേശം, നല്ല വളക്കൂറും നനവും നല്ല പുല്ലുള്ള സ്ഥലമാണ് ഈ ജോർദാന്റെ സമതല പ്രദേശം. ഇങ്ങേ വശമാണെങ്കിൽ മരുഭൂമിയും കല്ലും മുള്ളും നിറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ലോത്ത് തീരുമാനിക്കാണ്, ഞാൻ സമതല പ്രദേശത്തേക്ക് പോയിക്കോളാം. ഒരു സ്വാർത്ഥതയുടെയോ ഒരു ചതിയുടെയോ എന്ന് വേണമെങ്കിൽ തോന്നിപ്പോകാം. അങ്ങനെ തിരഞ്ഞെടുത്തു. അബ്രാഹാം പറഞ്ഞു, ഓക്കെ, നീ പോയിക്കോ. അങ്ങനെ ഈ അബ്രാഹാം ലോത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വിട്ടുകൊടുത്തു. അതിന്റെ പേരില് ഒരു വാശിയോ വഴക്കോ ഒന്നുമില്ല. അതിനുശേഷം അബ്രാഹാം ഇവിടെ തിരിഞ്ഞു നിൽക്കുമ്പോ, ഈ മരുഭൂമിയായ ഈ കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോ കർത്താവ് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തില് ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, കൂടെ നിർത്തിയിട്ട് വേണ്ട പോലെ ചെയ്തില്ല, എന്നെ പറ്റിച്ചു, അങ്ങനെയൊക്കെ ചില സമയം വരുമ്പോ അതോടൊപ്പം തന്നെ ഈ അബ്രാഹാം നിലപാട് കണ്ടോ, ലോത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കണം. അവൻ ചെയ്യട്ടെ, സഹോദരൻ അവൻ ചെയ്യട്ടെ. അവൻ അതുപോലെ ചതിച്ചപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തപ്പോ അബ്രാഹാം ഒന്നും മിണ്ടാതെ അത് വിട്ടുകൊടുക്കണം. ആ സമയത്ത് അവിടെ കർത്താവ് ഇറങ്ങി വരും. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മളെ വിശ്വസിച്ചവര് നമ്മെ ഇതുപോലെയൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ഒത്തിരി പറയാനുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താലും അവിടെ ദൈവം
നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഇടപെടും. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പല വ്യക്തികളെ കാണും, ദൈവം ഇടപെട്ട വ്യക്തികൾ. അവരെ പോലെ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ദൈവം ഇറങ്ങി വന്ന് ഇടപെടും, സാന്നിധ്യത്താൽ അനുഗ്രഹിക്കും. അപ്പോ ഈ അബ്രാഹാം ചെയ്ത പോലെ ഇന്ന് നമ്മൾ ചെയ്താൽ, ദൈവത്തിൽ ആശ്രയിച്ച് സഹോദരന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോ, അവനാൽ പറ്റിക്കപ്പെട്ടാലും വഞ്ചിക്കപ്പെട്ടാലും ദൈവം നമുക്ക് സാന്നിധ്യം തരും. അവിടെ ദൈവം ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രാഹാം, നീ ശിരസ്സ് ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്ക്, ആകാശത്തിലേക്ക് നോക്കിയിട്ട്. അങ്ങനെ അബ്രാഹാം ദൈവം എന്തു പറഞ്ഞാലും അതേ പഠിച്ച്. വീണ്ടും പറഞ്ഞു, നീ എഴുന്നേറ്റ് ഭൂമിയുടെ കുറുകയും നെടുകയും നടക്ക്. ഇതൊരു ഭയങ്കര പ്രതീകമുണ്ട്. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നോക്കിയാൽ എന്ത് പറ്റും? ഒരു കുരിശ് വരയ്ക്കാണ് ആകാശത്തിന്. നെറുകയും കുറുകയും നടന്നാലോ അവിടെയും ഒരു കുരിശ്. അങ്ങനെ ദൈവ സാന്നിധ്യത്തിന്റെ ദൈവിക രക്ഷയുടെ അടയാളമാകുന്ന കുരിശിനാൽ മുദ്രവെച്ച് ആകാശത്തെയും ഭൂമിയെയും മുദ്രവെച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം ഉറപ്പിച്ചപ്പോ, പിന്നീട് ആ അന്തരീക്ഷത്തില് ആ മണ്ണില് കൃഷി ഇറക്കുമ്പോ നമ്മൾ കാണുന്നുണ്ട് 100 മേനി ഫലം അവിടെ പുറപ്പെടുവിക്കപ്പെടുകയാണ്. അബ്രാഹാം അതിനുശേഷം ബലിയർപ്പിച്ച് കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഇതാ അബ്രാഹാം ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യത്തിന് അവനെ തന്നെ പരിപൂർണമായിട്ടും സമർപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ സാന്നിധ്യമായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ പേരില് ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കാനും വിട്ടുവീഴ്ച കാണിക്കാനും ഒക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ, അസൂയപ്പെടാതെ മത്സരിക്കാൻ പോകാതെ എളിമപ്പെട്ട് കർത്താവിന്റെ വലിയ സ്നേഹത്തിൽ നമ്മൾ ജീവിച്ചാൽ, അവിടെ ആ അവസ്ഥയില് ചിലപ്പോൾ മനുഷ്യദൃഷ്ടിയില് ഇല്ലായ്മയില് തിരസ്കരണത്തില് ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയില് ചതിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലൊക്കെ ദൈവം ഇറങ്ങി വരും, ദൈവം ഇടപെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഏതു മരുഭൂമിയിലും ഏതു വരണ്ട സ്ഥലത്തും കർത്താവിന് ശക്തി പ്രകടമായാൽ, സാന്നിധ്യം നിറഞ്ഞാൽ അവിടെ ധാരാളം ഫലങ്ങൾ അതിനാൽ തന്നെ പുറപ്പെടുവിക്കപ്പെടും. നമ്മുടെ ജീവിതങ്ങളൊന്ന് പരിശോധിക്കാം, നമ്മുടെയൊക്കെ ബന്ധങ്ങളൊന്ന് പരിശോധിക്കാം, നമുക്കുണ്ടായ അനുഭവങ്ങളെ പരിശോധിക്കാം. ഇവിടെയൊക്കെ ദൈവ സാന്നിധ്യം എന്തുമാത്രം ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തോ, അതനുസരിച്ച് ദൈവത്തിന്റെ ഇടപെടല്, ദൈവത്തിന്റെ ശക്തി പ്രകടമാകും, ദൈവം ഇടപെടും. ആ സമയത്ത് ഒത്തിരിയേറെ അനുഗ്രഹങ്ങള്, ഫലങ്ങള്, സമാധാനം, എല്ലാത്തിലും വിജയം കർത്താവ് നൽകി നമ്മെ അനുഗ്രഹിക്കും. പിന്നീട് നമുക്കറിയാം, ലോത്ത് തെരഞ്ഞെടുത്ത സ്ഥലം സൊദോം ഗൊമോറ പിന്നെന്തായിട്ട് മാറി? അത് പിന്നീട് അഗ്നിയും ഗന്ധകവും ഇറക്കി നശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയ ചരിത്രം നമുക്കറിയാം. എന്നാൽ ഇവിടെ ദൈവം അഭിഷേകത്തില്, കൃപയില്, സമൃദ്ധിയില് ആ അബ്രാഹത്തെയും ഇസഹാക്കിനെ പിന്നീടും അവിടെ അനുഗ്രഹത്തിലും കൃപയിലും ഫലസമൃദ്ധിയിലും വളർത്തി നയിച്ചു, അനുഗ്രഹിച്ചു. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്താണ് അബ്രാഹാം ചെയ്തത്? നന്മ ചെയ്തു, ക്ഷമിച്ചു, സ്നേഹിച്ചു, ചേർത്ത് പിടിച്ചു. അതോടൊപ്പം തന്നെ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിച്ചു. ദൈവം ഇടപെട്ടു, ദൈവത്തിന് ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ചു, ദൈവത്തെ ആരാധിച്ചു. അവിടെ ദൈവം പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഇന്ന് ഈ ആരാധനയില് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം, നിലപാടുകൾ എടുക്കാം. എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും കർത്താവാണ് നമ്മുടെ കൂടെ എങ്കിൽ നാമും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തില് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവം തന്റെ ശക്തി നമുക്ക് വേണ്ടി പ്രകടമാക്കും. പ്രാർത്ഥനയോടെ ദിവ്യാനുസന്നതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെ വസിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്ന ഈശോയെ, അങ്ങയുടെ മക്കളുടെ കൂടെ വസിക്കുവാൻ അങ്ങ് എത്രയോ ആഗ്രഹിക്കുന്നുവെന്ന് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു.
ഈശോയെ ഒറ്റപ്പെടുത്തപ്പെടുമ്പോ, ചതിക്കപ്പെടുമ്പോ, വഞ്ചിക്കപ്പെടുമ്പോ അങ്ങയുടെ മക്കൾ നിരാശപ്പെടാതെ ആ സമയത്തൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തി അനുഗ്രഹിച്ച് അവരെ നയിച്ച് അവരുടെ ജീവിതത്തില് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ഭൗതികമായും ആത്മീയമായും നൽകി അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നല്ലോ. ആ വലിയ സ്നേഹമാണല്ലോ കർത്താവെ ഇന്ന് ഞങ്ങള് അബ്രാഹത്തിന്റെ സംഭവത്തിലൂടെ കണ്ടത്. ലോത്തിൽ നിന്ന് വേർപിരിഞ്ഞപ്പോ കർത്താവെ ഫലഭൂയിഷ്ടമായ മണ്ണും സമതല പ്രദേശവും ലോത്ത് തിരഞ്ഞെടുത്തപ്പോ കർത്താവെ മരുഭൂമി പോലെ കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ ആ അബ്രാഹത്തെ അങ്ങ് ഉറപ്പിച്ചു നിർത്തി. കർത്താവെ ആ മകനെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തില് അവൻ വസിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് ഇടപെട്ട കർത്താവാണല്ലോ അവിടുന്ന്. ദിവ്യകാരുടെ ഈശോയെ ആ വലിയ ഇടപെടല്, ആ വലിയ കരുണ, ആ വലിയ സാന്നിധ്യം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. ഓ കർത്താവെ ദിവ്യകാരുടെ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ അവസ്ഥകള്, സാമ്പത്തിക തകർച്ചകള്, ഞെരുക്കങ്ങള്, ചതിക്കപ്പെട്ട മേഖലകള്, ഒറ്റപ്പെടുത്തപ്പെട്ട മേഖലകളില് കർത്താവെ അങ്ങ് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തിന്റെ ഈ അവസ്ഥയിൽ ഇടപെട്ടുകൊണ്ട് ആ മകനെ അനുഗ്രഹിച്ച് അങ്ങയുടെ സാന്നിധ്യത്താല് ആ മകനെ ആ സ്ഥലത്തെ അനുഗ്രഹിച്ച കർത്താവെ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തില് പ്രതിസന്ധികള്, ഈ അനുഭവങ്ങളിലൊക്കെ, ഈ സ്ഥലങ്ങളിലൊക്കെ, ഈ അവസ്ഥകളിലൊക്കെ ഈശോയെ അങ്ങ് കടന്നു വന്ന് ഇടപെടണമേ. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അങ്ങയുടെ ഫലങ്ങള് അവിടെയും അങ്ങ് പുറപ്പെടുവിച്ചല്ലോ, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങയുടെ പ്രവൃത്തികൾ, അതിന്റെ ഫലങ്ങൾ കാണുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. ഇവിടെ മക്കളെ ദിവ്യാനുസരണതയിലേക്ക് നമ്മുടെയും ജീവിതത്തിലെ സമാനമായ അവസ്ഥകളെ, അനുഭവങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വഞ്ചിക്കപ്പെട്ട, ചതിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട ഓരോ മേഖലകള്, ഒത്തിരിയേറെ വരണ്ടുപോയ അവസ്ഥകള്, മരുഭൂമി പോലെ ആയിരിക്കുന്ന അവസ്ഥകള് കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. കടബാധ്യതയുടെ, കുടുംബഞെരുക്കത്തിന്റെ, തകർച്ചയുടെ, സഹോദരന്മാരെ വഞ്ചിക്കപ്പെട്ടതിന്റെ, ഒത്തിരിയേറെ തിരസ്കരിക്കപ്പെട്ടതിന്റെ, കുടുംബജീവിതത്തില്, ദാമ്പത്യ ജീവിതത്തില്, വിവാഹ ജീവിതത്തില് തിരസ്കരിക്കപ്പെട്ടതിന്റെ, സഹോദര ബന്ധത്തില് നീ ഒറ്റപ്പെടുത്തപ്പെട്ട് ന്യായമായത് ലഭിക്കാതെ പോയതിന്റെ, നിന്റെ കുടുംബത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, ജോലി മേഖലയിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന്, നിന്റെ ഉദ്യമങ്ങളിൽ നിന്ന് നിനക്ക് ന്യായമായത് ലഭിക്കാതെ പോയ മേഖലകൾ, പഠിച്ചിട്ട് നീ തോറ്റുപോയി, അങ്ങനെ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടും ഫലം കിട്ടിയില്ല. ആ മേഖലകളിലൊക്കെ നീ നിരാശപ്പെടാതെ പ്രിയപ്പെട്ട മോനെ, മോളെ, നിന്റെ കർത്താവിനെ വിളിക്കുക. അബ്രാഹത്തെ ഇടപെട്ടുകൊണ്ട് അനുഗ്രഹിച്ച് കർത്താവ് അവനെ ആ ദേശത്തെ അനുഗ്രഹിച്ചു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഇടപെടൽ അബ്രാഹത്തെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ആ വലിയ അനുഗ്രഹം നമ്മിലേക്ക് ചൊരിയുവാനാ ഈശോ ആഗ്രഹിക്കുന്നത്. കർത്താവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഓരോ അവസ്ഥകളിലേക്ക് കർത്താവെ അങ്ങ് കടന്നു വന്ന് ഇന്ന് അബ്രാഹത്തിന്റെ ഈ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇടപെട്ടതുപോലെ എന്റെയും ജീവിതത്തില്, എന്റെ കുടുംബത്തില്, ജോലി മേഖലയില്, ഉപജീവന മാർഗങ്ങളില്, പഠനത്തില്, തകർച്ചകളില്, ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥകളില്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകളില് ഈശോയെ അങ്ങിറങ്ങി വന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി സമർപ്പിച്ച് കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ഈ സമയത്ത് നിന്റെ ഓരോ മേഖലകള്, വേദനകള്, ദുഃഖ ദുരിതങ്ങള്, കഷ്ടപ്പാടുകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ എന്റെ മക്കളുടെ അവസ്ഥകള്, അവർ തോറ്റെടുക്കുന്ന മേഖലകള്, അടിമത്തങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള്, എല്ലാത്തിനുമേൽ കർത്താവെ ശക്തി പ്രകടമാക്കി അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഇടപെടണമേ കർത്താവേ, ശക്തി പ്രകടമാക്കണമേ ഈശോയെ.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യമേ, വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ കൂടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, മക്കളിലേക്ക് ഇവരേതെല്ലാം മേഖലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ ആ മേഖലകളിലേക്കൊക്കെ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, ശക്തി നിറയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മരുഭൂമിയിൽ പോലും നൂറുമേനി വിളവ് പുറപ്പെടുവിച്ച കർത്താവേ, അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഈ അവസ്ഥയിലും നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ അങ്ങയുടെ ഇടപെടൽ സാന്നിധ്യം ഉണ്ടാകട്ടെ. ആമേൻ.